വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഡൊമസ്റ്റിക് വയറിംഗ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡൊമസ്റ്റിക് വയറിംഗ്. നമുക്ക് സർവീസ് കണക്ഷൻ, ആദ്യം തന്നെ എന്താണ് ഒരു സർവീസ് കണക്ഷൻ എന്ന് നോക്കാം. It is an electrical connection between supplier agency and consumer. കൺസ്യൂമറുടെയും സപ്ലയർ ഏജൻസിയുടെയും ഇടയിലുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷനാണ് സർവീസ് കണക്ഷൻ. സർവീസ് കണക്ഷൻ 2 തരത്തിലുണ്ട്: സിംഗിൾ ഫേസ് കണക്ഷൻ ആൻഡ് 3 ഫേസ് കണക്ഷൻ. ഇതാണ് 2 തരത്തിലുള്ള സർവീസ് കണക്ഷൻ. ഒരു സർവീസ് കണക്ഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എനർജി മീറ്റർ ആദ്യം, അത് കഴിഞ്ഞ് കട്ടൗട്ട് ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സബ് സർക്യൂട്ട്. ഇങ്ങനെയാണ് ഒരു ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒരു സർവീസ് കണക്ഷൻ്റെ ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ എനർജി മീറ്ററും കട്ടൗട്ട് ഫ്യൂസും സപ്ലയർ ഏജൻസിയുടെ സൈഡിലും, മെയിൻ സ്വിച്ച്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സബ് സർക്യൂട്ട് കൺസ്യൂമർ സൈഡിലാണ് ഉള്ളത്. നമുക്കിതൊക്കെ എന്താണെന്ന് നോക്കാം. Energy meter. An energy meter is used to measure electrical energy used by the consumer. അതായത് കൺസ്യൂമർ ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എനർജി മീറ്റർ ഉപയോഗിക്കുന്നത്. ഇറ്റ് മെഷേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് അവർ യൂണിറ്റ്. ഈ എനർജി മീറ്റർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് കിലോ വാട്ട് അവറിലാണ്. അതുകൊണ്ട് ഈ എനർജി മീറ്ററിനെ നമ്മൾ KWH മീറ്റർ എന്നും വിളിക്കുന്നു. എനർജി മീറ്റർ 2 തരത്തിലുണ്ട്: സിംഗിൾ ഫേസ് എനർജി മീറ്റർ ആൻഡ് 3 ഫേസ് എനർജി മീറ്റർ. സിംഗിൾ ഫേസ് എനർജി മീറ്ററിൽ 4 ടെർമിനലും 3 ഫേസ് എനർജി മീറ്ററിന് 6 ടെർമിനലും ഉണ്ട്. നമുക്കത് എന്താണ് എനർജി മീറ്റർ എന്ന് മനസ്സിലായി. അടുത്ത് നമുക്ക് എന്താണ് ഒരു മെയിൻ സ്വിച്ച് എന്ന് നോക്കാം. The main switch is used to control the incoming supply of an installation. ഒരു ഇൻസ്റ്റാലേഷനിലെ ഇൻകമിങ് സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ജനറലി മെയിൻ സ്വിച്ച് എക്സിബിറ്റ് സ്വിച്ച് ഫേസ് യൂണിറ്റ്. സ്വിച്ച് ഫേസ് യൂണിറ്റിലാണ് മെയിൻ സ്വിച്ച് എക്സിബിറ്റ് ചെയ്യുന്നത്. മെയിൻ സ്വിച്ച് 2 തരത്തിലുണ്ട്: ICDP, ICTP. ICDP സിംഗിൾ ഫേസ് കണക്ഷനും ICTP 3 ഫേസ് കണക്ഷനുമാണ് ഉപയോഗിക്കുന്നത്. ICDP എന്ന് വെച്ചാൽ അയോൺ ക്ലാഡ് ഡബിൾ പോൾ, ICTP എന്ന് വെച്ചാൽ അയോൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ. ഇനി ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡിസ്കണക്ട് ദ സപ്ലൈ അണ്ടർ നോർമൽ ആൻഡ് അബ്നോർമൽ കണ്ടീഷൻസ്. ഒരു മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഒരു സപ്ലൈ നോർമലോ അബ്നോർമലോ ആയ കണ്ടീഷൻസിൽ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മെയിൻ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഫ്രം ഓവർ കറണ്ട് കണ്ടീഷൻസ്. ഓവർ കറണ്ട് കണ്ടീഷൻസിൽ ഇലക്ട്രിക്കൽ സപ്ലൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ സ്വിച്ച് ഉപയോഗിക്കും. അടുത്ത് നമുക്ക് എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ നമ്മൾ DB എന്നും വിളിക്കും. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അല്ലെങ്കിൽ DB ഈസ് used to distribute the incoming supply to the sub-circuit. ഒരു DB അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് വെച്ചാൽ ഇൻകമിങ് സപ്ലൈനെ സബ് സർക്യൂട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ DB ഉപയോഗിക്കുന്നത്. ഒരു DBയിൽ MCB, ELCB, ഐസൊലേറ്റർ, ബസ് ബാറൊക്കെ ഉണ്ടാവണം. ഒരു DB റേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടലി. പിന്നെ നാച്ചർ ഓഫ് സപ്ലൈ, അതായത് സിംഗിൾ ഫേസോ 3 ഫേസോ. അടുത്തത് വോൾട്ടേജ് ആൻഡ് കറണ്ട് റേറ്റിംഗ്. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. ഈ 4 പോയിൻറ്റുകളാണ് ഒരു DBനെ റേറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് ഒരു MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് നോക്കാം. MCB is used to provide protection against over current and overload conditions. ഒരു MCB ഉപയോഗിക്കുന്നത് ഓവർ കറണ്ട് കണ്ടീഷൻസിലോ ഓവർലോഡ് കണ്ടീഷൻസിലോ സപ്ലൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ദിസ് ഓട്ടോമാറ്റിക്കലി ഇൻറ്ററപ്റ്റ് ദ സപ്ലൈ ടു ദ സർക്യൂട്ട് ഡ്യൂറിങ് ഫാൾട്ട് കണ്ടീഷൻസ്. അതായത് ഈ MCB ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫാൾട്ട് കണ്ടീഷൻസിൽ സർക്യൂട്ടിനെ കട്ട് ചെയ്യുന്നു.
MCB വർക്ക് ബോത്ത് ആസ് സ്വിച്ച് ആൻഡ് എ ഫ്യൂസ്. ഒരു MCB സ്വിച്ചായിട്ടും ഫ്യൂസായിട്ടും വർക്ക് ചെയ്യും. അടുത്തത് ഐസൊലേറ്റർ എന്താണെന്ന് നോക്കാം. An isolator is a linked switch used to provide isolation between the main switch and subcircuit during repairing and maintenance operation. ഒരു റിപ്പയറിങ്ങിലോ മെയിൻ്റനൻസ് ഓപ്പറേഷൻസിലോ മെയിൻ സ്വിച്ചിൽ നിന്നും സബ് സർക്യൂട്ടിലേക്ക് ഒരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് ഒരു ELCB അല്ലെങ്കിൽ RCCB എന്ന് നോക്കാം. ELCB അല്ലെങ്കിൽ RCCB is used to disconnect the supply if the leakage current exhibit a predefined value. അതായത് ELCB എന്ന് വെച്ചാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഈ ELCBയോ RCCBയോ നമ്മൾ കറണ്ട് ലീക്കാകുന്ന സമയത്ത് സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്കണക്റ്റ് ആവും. ഇതാണ് ഒരു ELCB അല്ലെങ്കിൽ RCCBയുടെ ഒരു ഉപയോഗം. അടുത്തത് എന്താണ് ഒരു ലീക്കേജ് കറണ്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കറണ്ട് വിച്ച് ഫ്ലോ ഫ്രം സപ്ലൈ ടു എർത്ത് ഡ്യൂറിങ് ഐസൊലേഷൻ ഫെയിലിയർ. ഒരു ലീക്കേജ് കറണ്ട് എന്ന് വെച്ചാൽ ഐസൊലേഷൻ ഫെയിലിയറിൽ സപ്ലൈയിൽ നിന്നും എർത്തിലോട്ട് കറണ്ട് ഫ്ലോ ആവുന്നതിനെയാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താണ് ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് നോക്കാം. ചേഞ്ച് ഓവർ സ്വിച്ച് ഈസ് change over the supply store from the main switch to backup supply when the main switch or main supply fail. അതായത് ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ മെയിൻ സപ്ലൈ ഫെയിലായാൽ ആ മെയിൻ സപ്ലൈയെ ബാക്കപ്പ് സപ്ലൈ ആയ ജനറേറ്റർ, UPS, ഇൻവെർട്ടർ അതുപോലെയുള്ള ബാക്കപ്പ് സപ്ലൈയിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചേഞ്ച് ഓവർ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.